പിന്നെ മിലിറ്ററിക്കാർക്കുള്ള പെൻഷൻ ഇവർ ആർക്കാണ് ഏറ്റവും കൂടുതൽ? മിലിറ്ററിക്കാർക്കല്ല. കാരണം അവർ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത് കൊണ്ടാണ്. അപ്പോ അങ്ങനെയാണ് ഈശ്വരന്റെ സമീപം. നമ്മളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ ഈശ്വരന്റെ പെൻഷൻ കിട്ടുകയില്ല. ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം വരുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടാകില്ല. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, കൊടുത്തു വെച്ചവൻ എന്ന് പറയും. ആരെങ്കിലും നല്ല ഭാഗ്യമുണ്ട്, നല്ല കൊടുത്തു വെച്ചവണ്ടാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒന്ന് കൊടുത്തു വെച്ചത് കൊണ്ടല്ല നമുക്കത് തിരിച്ചു കിട്ടുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലല്ലേ ATM കാർഡ് ഇട്ടിട്ട് വലിക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സമ്പത്തുണ്ടെന്ന് എന്നെ കണ്ടാൽ അറിയില്ല. ആരെ കണ്ടാൽ അറിയാം? എൻ്റെ ഭാര്യയെ കണ്ടാൽ അറിയാം എത്ര കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മിക്കവാറും എല്ലാവരും സിമ്പിളായിട്ട് ഡ്രസ് ചെയ്യുള്ളൂ. പക്ഷെ സ്ത്രീകൾ അങ്ങനല്ല. സ്ത്രീയെ കണ്ടാൽ കാതിലും കഴുത്തിലും കണ്ടാൽ അറിയാം ഭർത്താവ് എത്ര സമ്പാദിക്കുന്നുണ്ടെന്ന്. എന്തെന്നാൽ സ്ത്രീകളാണ് കൂടുതൽ ആഗ്രഹമുള്ളവർ, പുരുഷന് ആഗ്രഹം കുറവാണ്. അപ്പോ സ്ത്രീ ഭാവത്തിൽ നിന്നും പുരുഷ ഭാവത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ആ തത്വചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്നത് ഉണർത്താൻ വേണ്ടിയാണ് സൃഷ്ടിശക്തി ഇല്ലാതെ ആ സൃഷ്ടിശക്തിയെ മുഴുവനും ഗാന്ധശക്തിയായി ഉപയോഗിക്കുന്ന 10 വയസ്സിന് മുമ്പുള്ള സ്ത്രീകളെയും 50 വയസ്സിന് മേലെ ഉള്ള സ്ത്രീകളോടും ഈ അയ്യപ്പ സന്നിധിയിലേക്ക് വരാൻ പറയുന്നത്. ഈ തത്വചിന്ത കൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. വേറെ പല കാരണങ്ങളുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം ഞാൻ അധികം നീട്ടുന്നില്ല. ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും rightawareness.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും, ശബരിമലയെക്കുറിച്ചും സ്ത്രീകൾ എന്തുകൊണ്ട് വന്നൂടാ, എന്തിനാണ് നമ്മൾ കെട്ടുമുറുക്കുന്നത്, അരി എന്തിനാണ് ഇടുന്നത്, അതിൽ സുഗന്ധദ്രവ്യങ്ങളും മഞ്ഞളും ഭസ്മവും കളഭവും എന്തിനാണ് നമ്മൾ അതിൽ നിറച്ചു കൊണ്ടുപോകുന്നത്, അങ്ങനെ എല്ലാ വിശദീകരണവും ഈ വെബ്സൈറ്റിലുണ്ട്. പിന്നെ ഒന്നും കൂടെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഞാൻ നിർത്താം. എൻ്റെ ഗുരുജിയെ കുറിച്ച് പറയണം. ഇത്രയും അറിവ് എനിക്ക് ഉണ്ടായത് എൻ്റെ ഗുരു മൂലമാണ്. ഈ ഗുരുവിനെ എൻ്റെ ഗുരുവിൻ്റെ പേര് ഗുരുജി ശ്രീ ജയചന്ദ്ര രാജാണ്. നമ്മളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, കുരുത്തം കെട്ടവൻ എന്ന് പറയും അല്ലേ? കുരുത്തം കെട്ടവൻ എന്നുള്ള ചൊല്ലിന്റെ അർത്ഥം ഗുരുത്വം കെട്ടവൻ, ഗുരുത്വമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വമില്ലാത്തവൻ. ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ഗുരുക്കന്മാരെ ചൂഷണം ചെയ്യുന്നു, അവരെ കുറിച്ച് അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്തുന്നു. പക്ഷേ അവർക്കെല്ലാം സ്വാർത്ഥതയില്ലാത്തവരാണ്. അവരിൽ നിന്നും നമ്മൾ അറിവെടുക്കണം. അങ്ങനെ ഈ 8 വർഷമായി എല്ലാ വർഷവും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒരുപാട് സ്വാമിമാർ ഈ ഗുരുജിയോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നും പഞ്ചതീർത്ഥ എന്ന അമ്പലം, എരുമേലിയിൽ പഞ്ചതീർത്ഥ എന്നൊരു അമ്പലമുണ്ട്, അവിടെ സന്ദർശിച്ചാണ് വരുന്നത്. അവിടുത്തെ ഞാൻ ഗുരുവായി ഈ ഗുരുജി ജയചന്ദ്ര രാജനെ സ്വീകരിക്കാൻ കാരണം സാധാരണക്കാര് എല്ലാവരുടെ പ്രശ്നങ്ങൾ, ഈ ഭാഗ്യശക്തി എത്ര കുറവുണ്ട്, അത് എങ്ങനെ നികത്താൻ, എന്തൊക്കെ ചടങ്ങുകൾ ചെയ്താൽ, ഏതെല്ലാം അമ്പലങ്ങളിൽ പോയാൽ നമുക്ക് ജീവിതത്തിൽ നല്ല സൗഭാഗ്യം ഉണ്ടാകും എന്നൊരു ഡോക്ടർ സ്കാൻ ചെയ്ത് പറയുന്നത് പോലെ രാശി വെച്ച് പറയുന്നു. ഈ ഗുരുജിയെ നിങ്ങൾക്ക് TV-യിൽ കാണാൻ പറ്റില്ല. എന്തെന്നാൽ ഈ ഗുരുജിക്ക് ഈ ചെയ്യുന്നത് ഭാരത സംസ്കാരത്തിൽ അന്ന് പറഞ്ഞു തന്ന ഏറ്റവും ശക്തമായ ഈ ജ്യോതിഷ ശാസ്ത്രത്തെ പൈസ വാങ്ങിക്കാതെ 100 കണക്കിന് ആൾക്കാർക്ക് ഈ ഗുരുജി പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഇവിടെ ഗുരുജി വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും രാശി നോക്കി കൊടുക്കാൻ സമയമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും വെള്ളിയാഴ്ചകൾ എരുമേലിക്കടുത്ത് പഞ്ചതീർത്ഥ ക്ഷേത്രം 5 കുഴി എന്ന് പറയും, എല്ലാവർക്കും ഓർമ്മ വയ്ക്കാൻ പറ്റും. നമ്മളുടെ 5 വിരൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന 5 കുഴികളെ നിരത്തി പഞ്ചതീർത്ഥം എന്ന് ഐശ്വര്യമുണ്ടാക്കുന്നത് ഈ അയ്യപ്പസ്വാമിയുടെ ഭക്തനായ ഈ ശ്രീ ജയചന്ദ്ര രാജാണ്. അതിൻ്റെ സൈറ്റ് പഞ്ചതീർത്ഥ
ഓർഗെന്നാണ് ഇവിടെ സ്വാമിമാരുണ്ട്. കൂടുതൽ വിശദീകരണം എങ്ങനെയാണ് ഈ ഗുരുജിയെ കണ്ട് നിങ്ങൾ ആര് വന്നാൽ ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചതീർത്ഥയിൽ വെള്ളിയാഴ്ചകളിൽ വന്ന് ഗുരുജിയുടെ രാശി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനുള്ള വഴി ഗുരുജി പറഞ്ഞു തരും. സ്വാമിയേ ശരണമയ്യപ്പ. സമയമുണ്ട്. സ്വാമി ചോദിക്കുന്നത് ഈ അയ്യപ്പന്റെ ഇരിപ്പ്, ഓരോ ദൈവങ്ങളും ഓരോ തരത്തിലല്ല ഇരിക്കുന്നത്. വാഹനങ്ങളിലിരിക്കുന്ന ദൈവന്മാരെ കാണാം, നിന്നുകൊണ്ടിരിക്കുന്നത് കാണാം, ഇരുന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഇരിപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഏറ്റവും സുഖകരമായ ഒരു ഇരിപ്പാണ് ഈ മുദ്രയിലൂടെ കാണിക്കുന്നത്. ഒരുപാട് ശാസ്ത്രീയ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് വളരെ ലളിതമായി പറയണമെങ്കിൽ ഈ പട്ട, ഈ സ്വാമിയുടെ ഓരോ ചിഹ്നങ്ങളും നമ്മളത് കുറിക്കുന്നതാണ്. കാലുകൾ എന്ന് നമ്മളുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തിനും ഓരോ പ്രവർത്തനമുണ്ട്. ഫങ്ഷനാലിറ്റി എന്ന് പറയും. കണ്ണ് കാഴ്ച കാണാം, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. കൈ കർമ്മത്തിന്റെ ഭാഗമാണ്. എന്ത് ചെയ്യണമെങ്കിൽ കൈ ഉപയോഗിക്കും. പക്ഷേ മാർഗം, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൈ വിചാരിച്ചാൽ നടക്കില്ല. എന്ത് വിചാരിക്കണം? കാലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നടന്ന് എൻ്റെ കാലുപയോഗിച്ചുകൊണ്ട് വേണം വരാൻ. കാലെന്ന് പറയുന്നത് ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്ന ഒരു, പെട്ടെന്ന് മലയാളമാക്ക, ഓർഗൻ, നമ്മുടെ ശരീരഭാഗം കാലാണ്. അപ്പോ ഈ കാൽ, അയ്യപ്പൻ പറയുന്നത് ജീവിതത്തിൽ ഒരു ധർമ്മമേ ഉള്ളൂ. ആർക്കായാലും, അത് അമേരിക്കക്കാരനായാലും ചൈനക്കാരനായാലും ഭാരതത്തിലായാലും ഇന്ത്യക്കാരനായാലും എല്ലാവർക്കും ഒരു ധർമ്മമേ ഉള്ളൂ. ഒരു ധർമ്മം മോക്ഷത്തിലേക്ക് പോകുകയാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ഈശ്വരനായി മാറുന്ന ഒരു രീതിയാണ്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനും ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഈശ്വരനുമായി മാറുന്ന ആ ധർമ്മം ഒന്നേ ഉള്ളൂ, ഒരു ലക്ഷ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ജീവിത ലക്ഷ്യത്തിനെ കാണിക്കാനാണ് ഈ കാലിൽ പട്ടയിട്ടിരിക്കുന്നത്. ബെൽറ്റ് ഇട്ടാൽ എൻ്റെ മുണ്ട് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ, സുരക്ഷിതപ്പെടുത്താൻ ഞാൻ എന്താ ഇട്ട് കെട്ടാ? ബെൽറ്റല്ല ഇട്ട് കെട്ടുന്നത്. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റാണ്ടിരിക്കാൻ ആ ലക്ഷ്യം കെട്ടി. ഇപ്പോൾ നിങ്ങൾ പിതൃബലി ചെയ്യുന്നുണ്ട്, അവിടെ ഈ വിരലില് മോതിരത്തിന് ഒരു റിങ് ഇടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം. എൻ്റെ ഭാര്യനെ മറക്കാണ്ടിരിക്കാനാണ് കല്യാണത്തിൻ്റെ അന്ന് മോതിരം ഇടുന്നത്, മോതിര വിരലില്. അങ്ങനെ എല്ലാത്തിനും ഒരു ബെൽറ്റ് അല്ലെങ്കിൽ പട്ടയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഭഗവാനും നമ്മളെ ഓർമ്മപ്പെടുത്താണ് ഈ ചിന്മുദ്രയിലൂടെയും. ഈ കാല് സഞ്ചരിക്കുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം മാറാൻ പാടില്ല, അത് മനസ്സിൽ കെട്ടിയിട്ട ഈ പട്ട പോലെ എന്നും ഓർമ്മയുണ്ടാവണം. മോക്ഷത്തിലേക്ക് പോകണം. അതാണ് നമ്മൾ പറയുന്നത്, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നുള്ള ആ മന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വേറെ ആരെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉള്ള സമയം കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. മതിയൊക്കെ സമയമില്ലാന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിക്കാമെന്ന് സാറ് പറഞ്ഞു. പിതൃപൂജ സ്വാമിയുടെ ചോദ്യം. ചരിത്രരേഖ അല്ല,
ആര് കെട്ടിയാണ് സർ? സ്വാമി അടുത്ത ചോദ്യം ചോദിച്ചത് ചരിത്രത്തിനെ കുറിച്ചാണ്. ഈ അയ്യപ്പ അമ്പലം ആര് പണിതു? ഇത്രയും കൊടിയ വനത്തിൽ എന്തിന് അയ്യപ്പ സ്വാമി ഇവിടെ വന്നു? പരശുരാമൻ പണിതാണോ, പന്തള രാജാവ് പണിതതാണോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ നല്ല ചോദ്യമാണ് സ്വാമി ചോദിച്ചത്. നമസ്കാരം. അതിന് പ്രത്യേകം പറയണം. ഇവിടെ സ്വാമിയും പറഞ്ഞ കുറച്ച് സമയം കൂടെ ഉള്ളതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പറയാം. അയ്യപ്പ സ്വാമിയുടെ ചരിത്രം ആരംഭിക്കുന്നത് വളരെ വളരെ പുരാതനമായ കാലത്താണ്. ധർമ്മം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രപഞ്ച ശക്തി ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അത് തിരികെ വീട്ടിൽ നിന്നും പുറത്തു വന്നാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ. ആ വീട്ടിലേക്കുള്ള തിരിച്ചു പോക്കിനാണ് മോക്ഷം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ദേവതയാണ് ശരിക്ക് അയ്യപ്പ സ്വാമി. അതുകൊണ്ടാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ശാസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികാരി എന്നാണ് സംസ്കൃതത്തിൽ പദം. ധർമ്മത്തിൻ്റെ അധികാരി ധർമ്മശാസ്താവാണ്. ആ ധർമ്മശാസ്താവിൻ്റെ അമ്മാവൻ എന്ന് വെച്ചാൽ ചേച്ചി സതി അനുസൂയ സപ്തഋഷിമാരുടെ 7 പേരിൽ ഒരാളാണ്. അവരുടെ അനിയനാണ് ശ്രീ കപില മഹർഷി. ഈ കപില മഹർഷിയാണ് ഈ 5 തത്വങ്ങളെ പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് താന്ത്രികർ, നിങ്ങൾ തന്ത്രപൂജ കണ്ടറിയാം, ഇങ്ങനെ വിരലുകളെല്ലാം തൊട്ട് ആംഗ്യങ്ങളെല്ലാം കാണിക്കും. ഇതെല്ലാം പറഞ്ഞു തന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ആ പാരമ്പര്യത്തിൽ പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ കലിയുഗത്തിൽ ഊർജം കുറവുണ്ടായി മനുഷ്യർക്ക് മോക്ഷത്തിലേക്ക് എത്താൻ അടുത്തടുത്ത ജന്മങ്ങൾ പോലും കിട്ടാണ്ട് പ്രേതങ്ങളായി അലയുന്ന ഒരു സംഭവം ഉണ്ടാകും. അതിൽ നിന്നും അലയാണ്ടിരിക്കാൻ പരശുരാമൻ ആദ്യം തന്നെ ഈ ധർമ്മശാസ്താവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചു. അത് ഇപ്പോഴൊന്നല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയാണ് ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. പിന്നെ ദത്താത്രിയ എന്ന് ആ ധർമ്മശാസ്താവ് അവതരിച്ചു. അതിനുശേഷം ഞാൻ കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. കൊടുങ്ങല്ലൂരിൽ ദേവിയായിരിക്കുന്നത് കണ്ണകി അമ്മയാണ്. ആ കണ്ണകി അമ്മയുടെ ഉറ്റ തോഴി ദേവന്തി എന്നാണ്. ആ ദേവന്തിയുടെ ഭർത്താവ് ധർമ്മശാസ്താവായും ജനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതിനെല്ലാത്തിനും കണക്ഷൻ ഉണ്ട്. കൊടുങ്ങല്ലൂരായാലും ഇവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രമായാലും പരശുരാമനായാലും പന്തള എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ കപില മഹർഷി അവരുടെ അനന്തരനായ ദത്താത്രേയ സ്വാമി ഓരോ യുഗങ്ങളിലും ഓരോ അവതാരങ്ങൾ എടുത്തു വന്നു. അങ്ങനെ പരശുരാമനായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം പന്തള രാജാവിൻ്റെ കാലത്ത് ഈ അയ്യപ്പ സ്വാമി ജനിച്ചത് ഭൂതനായകൻ എന്ന ഒരു പേരിലാണ്. ഉദയനാൽ കൊല്ലപ്പെട്ട ഒരു പൂജാരിയുടെ മകൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പന്തള രാജകുടുംബത്തിലേക്ക് പോയി. അവിടെ ഭൂതനായകൻ എന്ന് ഒരാളായി ജനിച്ചു. ആ ഭൂതനായകനാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഈ ധർമ്മശാസ്ത്ര അമ്പലത്തിനെ പുനർപ്രതിഷ്ഠ ചെയ്തത്. പുനർപ്രതിഷ്ഠ ചെയ്തതിനെ ഇതിനെല്ലാം കൂടുതൽ കാരണം സിനിമയിൽ ഈ ചരിത്രം മുഴുവനും പറയാണ്ട് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ 1970-കൾ വന്ന സിനിമ ഈ പൂർണ്ണമായി പറയാണ്ട് ഒരു ഭാഗം മാത്രം കാണിച്ചതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ആകെ അറിയുന്നത് പന്തള കുടുംബം മാത്രമാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ പന്തള കുടുംബം ഒരു ഭാഗമായാ വരുന്നത്. അങ്ങനെ പന്തള രാജകുമാരൻ ആ രാജകുടുംബം
വീണ്ടും ഈ അമ്പലത്തിനെ പുനർപ്രതിഷ്ഠിച്ചു. നമ്മളും അങ്ങനെയല്ല, നമ്മൾക്ക് ആദ്യം തറവാട്ട് വീടുണ്ടാകും, പക്ഷേ ഓരോ കാലഘട്ടത്തിലും നമ്മളതിന് പുനർനിർമ്മിക്കില്ലേ. അങ്ങനെ പുനർനിർമ്മിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അയ്യപ്പസ്വാമിയും പരശുരാമനും പ്രധാനമായി ഈ വനം തീർന്നെടുക്കാൻ കാരണം ശബരിമാതാവാണ്. ശബരിപീഠമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ മലയ്ക്ക് പേര് പോലും ശബരിമല എന്നാണ്. ഞാൻ പറയാൻ വിട്ടുപോയത് സ്വാമി എന്നെ ഓർമ്മപ്പെടുത്തി. ശബരിമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മനോഭാവം ഭക്തിയായിരിക്കണം. വെറും കച്ചവടം പോലെ ഇരിക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ സയൻസ് ഒക്കെ പറഞ്ഞു, എനർജി, ഊർജം ഒരു രൂപത്തിൽ നിന്ന് മാറ്റാം. അപ്പൊ നമ്മൾ കൂടുതൽ നാമങ്ങൾ പറഞ്ഞാൽ ഈശ്വരൻ നമുക്ക് കൂടുതൽ അനുഗ്രഹം തരുമെന്നത് വെറും കച്ചവട രീതിയായി നോക്കാണ്ട് ഭക്തിയായി നോക്കണം എന്നാണ് ശബരിമാതാവ് പറയുന്നത്. അപ്പോ ശബരിമാതാവ് ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് എന്നാണ് ഗുരുവേ മോക്ഷമുണ്ടാകുന്നത്? അപ്പൊ ഗുരു പറഞ്ഞു, ശ്രീരാമ ഭഗവാൻ ഇവിടെ വരും, ഈ വനത്തിൽ വരും. അന്ന് ഈ ആശ്രമം സന്ദർശിക്കുമ്പോൾ ശബരിയെ നിനക്ക് അന്ന് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ശബരിമാതാവ് ഉടനെ അന്ന് തന്നെ ആശ്രമം വൃത്തിയാക്കി. ഇപ്പൊ നമ്മള് ഏറ്റവും വലിയ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ വന്നാൽ നമുക്ക് എത്ര ഒരു ഉത്കണ്ഠ ഉണ്ടായും. നമ്മളെല്ലാം വൃത്തിയാക്കി വരവേൽക്കാൻ ഉള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കി വയ്ക്കും. പക്ഷെ ഒന്നറിയണം, ശബരിമാതാവ് തുടങ്ങിയപ്പോൾ ശ്രീരാമൻ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ അത്രയും ഒരു ഭക്തിയാണ്. എന്ന് വേണമെങ്കിലും വരാലോ. അത് പറഞ്ഞൊരു ജനിക്കാത്ത ശ്രീരാം ഇനിയും 20-25 കൊല്ലം കഴിഞ്ഞല്ലേ വരുള്ളൂ. അന്ന് ഒരുക്കാമെന്ന് തീരുമാനിച്ചില്ല. അന്ന് തന്നെ തുടങ്ങി. ആ മനോഭാവമാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. എന്തെങ്കിലും കിട്ടുമല്ലോ നമുക്ക് മോക്ഷമെന്ന് അന്ന് കരുതാൻ പാടില്ല. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് ആ ശബരിമാതാവിനെ പോലെയുള്ള ഭക്തി നമുക്ക് ഉണ്ടാകണം എന്നതുകൊണ്ടാണ് പരശുരാമ സ്വാമി ഈ മോക്ഷം കിട്ടിയ ശബരിപീഠത്തിൽ വെച്ചാണ് ശബരിമാതാവിന് മോക്ഷം കിട്ടുന്നത്. അപ്പോ ശ്രീരാമൻ വന്നപ്പോൾ ലക്ഷ്മണ സ്വാമിക്കൊരു സംശയം. ശ്രീരാമനോട് ചോദിച്ചു, നമ്മൾ ആരോടും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നമ്മളിവിടെ വരാൻ പോണെന്ന്, ഇത്ര വലിയ ഒരുക്കങ്ങൾ ഈ ശബരിമാതാവ് ചെയ്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും ഇതുപോലെയാണ് ഈ ശബരിമാതാവ് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, പഴങ്ങൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടിച്ച പഴങ്ങളായിരുന്നു. ലക്ഷ്മണസ്വാമിക്ക് ഉടനെ ദേഷ്യം വന്നു. വലിയ ഭക്തയാണെന്ന് പറയുന്നു, കണ്ടില്ലേ നേരെ ചോദിന ഒരു പഴം പോലില്ല, എല്ലാം ആരോ കടിച്ചതാണെന്ന്. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, ഇല്ല, ആരും കടിച്ചതല്ല, സ്വയം ഓരോന്നും കടിച്ച് ഇതെല്ലാം മധുരമായിട്ടുണ്ടോ എന്ന് നമുക്ക് മധുരമുള്ള പഴങ്ങൾ മാത്രം തരുന്ന അത്രയും ഭക്തിയുള്ള ആളാണ് ശബരിമാതാവ്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിയും. നമ്മൾ സ്വകാര്യ ബിസിനസ് നടത്തണോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കണോ, ആര് വന്നാലും ഇത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. പൂജ പോലെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈശ്വരനായി കണ്ട്. ഇപ്പൊ നമ്മള് അയ്യപ്പസ്വാമിയെ മാലയിടുമ്പോ എല്ലാരും അയ്യപ്പന്മാർ. അപ്പോ ആ ശബരിപീഠത്തിലാണ് നമ്മൾ ചെന്ന് നമസ്കരിക്കുന്നത്. ലാസ്റ്റ് ഈ മകര ചോദ്യം കഴിഞ്ഞ് പടിപൂജ കഴിഞ്ഞ് മാളിയപ്പുറത്തമ്മ ഉത്സവമായി അവിടെ ചെല്ലും. അവിടെ ചെന്ന് കന്യമാർ ആരെങ്കിലും ഉണ്ടോ നോക്കും. കന്യമാർ ആരുമില്ലെങ്കിൽ അന്ന് അയ്യപ്പൻ പറഞ്ഞിട്ട് വിവാഹം നടക്കും. ആ വിവാഹം എന്ന് പറയുന്നത് ഈ സ്ത്രീ തത്വവും പുരുഷ തത്വവും ഒന്നിക്കുന്ന ആ ദിവസമാണ്. അതാണ് ഈ ശബരിപീഠത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കണം, അതുപോലെ ഭക്തി നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് സ്വാമി ചോദിച്ച ചോദ്യം, ഇത്രയും വനത്തിൽ എന്തിനാണ് സ്വാമി വന്ന് വിളിക്കുന്നത്? ഇങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഭക്തി എല്ലാ ദിവസവും എല്ലാ കർമ്മങ്ങളിലും എല്ലാ പ്രവർത്തിയിലും ഉണ്ടായാൽ തീർച്ചയായും സ്വാമിയുടെ അനുഗ്രഹം മാത്രമല്ല എല്ലാവിധ ഐശ്വര്യം നമുക്കുണ്ട്.